വിദേശ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ മ്യാൻമാർ. ചിലവ് കുറഞ്ഞ പൊതുഗതാഗത സൗകര്യങ്ങളും റെസ്റ്റോറന്റുകളിൽ ലഭിക്കുന്ന രുചികരമായ ഭക്ഷണവും അധിക നിരക്കില്ലാത്ത താമസ സൗകര്യങ്ങളുമെല്ലാം മ്യാൻമാറിന്റെ ജനപ്രിയത കൂട്ടുന്നു. മ്യാൻമാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കവരുന്ന നിരവധി കാഴ്ചകളിലൊന്നാണ് ഇൻലെ തടാകം. കണ്ണിന് കുളിരേകുന്ന ഫ്ലോട്ടിംഗ് ഗാർഡനുകളാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബഹളങ്ങളില്ലാതെ ശാന്തമായി വെക്കേഷൻ ദിനങ്ങൾ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഇടമാണ് ഈ തടാക പ്രദേശം. പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനത്തിന് പേരുകേട്ടതാണ് ഇൻലെ തടാകം. ഇതിനരികിൽ വസിക്കുന്ന ആളുകളെ ഇന്ത എന്നാണ് വിളിക്കുന്നത്. ആഴമില്ലാത്ത വെള്ളത്തിൽ മത്സ്യം പിടിക്കുന്നതിനായി ഇവർക്ക് സവിശേഷമായ രീതികളുണ്ട്. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. അവർ ഈ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കാഴ്ച ആശ്ചര്യത്തോടെ മാത്രമേ കാണാനാവുകയുള്ളൂ. ബോട്ടിന്റെ ഒരറ്റത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാൽ കൊണ്ട് തുഴ പിടിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നത്. വെള്ളത്തിന് ആഴമില്ലാത്തതിനാൽ വല ഉപയോഗിച്ചുള്ള സാധാരണ മത്സ്യബന്ധന രീതി ഇവിടെ ഉപയോഗിക്കാൻ കഴിയുകയില്ല. തടാകത്തിൽ നിറയെ ഞാങ്ങണകളും ചെടികളും ഉള്ളതിനാൽ മീൻ പിടിക്കാൻ വളരെ പ്രയാസമാണ്. ബോട്ടിന്റെ ഒരറ്റത്ത് നിൽക്കുമ്പോൾ വെള്ളത്തിനുള്ളിലേക്ക് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും. ബോട്ടിന്റെ ഒരറ്റത്ത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കാണുമ്പോൾ അവർ എപ്പോൾ വേണമെങ്കിലും വീണു പോയേക്കാം എന്ന് കാഴ്ചക്കാർക്ക് തോന്നാം. എന്നാൽ ഇനി അഥവാ വീണാലും കുഴപ്പമില്ല എന്നതാണ് സത്യം. തടാകത്തിന് ആഴം കുറവാണ് എന്നത് മാത്രമല്ല, ഇവർ മികച്ച നീന്തൽക്കാർ കൂടിയാണ്. മിക്ക സമയത്തും ശരാശരി 2 മീറ്റർ ആഴത്തിൽ മാത്രമേ ഇവിടെ വെള്ളം കാണുകയുള്ളൂ. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം ആരംഭിക്കുന്ന ഇന്ദകൾ ഈ വിദ്യ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കാലങ്ങളായി കൈമാറിപ്പോരുന്നു. ഇത് അവരുടെ ഉപജീവന മാർഗം കൂടിയായതിനാൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഇതിൽ പ്രാവീണ്യം നേടുന്നു. ലോകത്ത് മറ്റെവിടെയും ഇത്തരത്തിലുള്ള മത്സ്യബന്ധന രീതി കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മ്യാൻമാർ സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഈ കാഴ്ച കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും.